എന്റെ വീടിന്റെ മുറ്റം കിടക്കണ കിട കണ്ട ആരോടി പറയാ, എല്ലാം ഞാൻ തന്നെ ചെയ്യണം. എല്ലാരിക്കും ഉണ്ട് ഒരു മാപ്പിള, എനിക്കും ഉണ്ട്. എന്തൊരു പറയാ, ഒരു കാര്യമില്ല. ഇപ്പോഴും കാള കളിച്ച് അങ്ങനെ നടക്കുകയാണ്. നാട്ടിലിറങ്ങി ചോദിച്ചു കഴിഞ്ഞാൽ പറയും ചന്ദ്രി ഭയങ്കര സാധനമാണ്, സൂനി ഭയങ്കര പാവമെന്ന്. സുനിയെ പോലെ ഒരു മാപ്പിളയെ കിട്ടണമെങ്കിൽ മഷിയിട്ട് നോക്കണോന്ന്. ഇതിപ്പോ എന്റെ മാപ്പിളയെ കിട്ടണമെങ്കിൽ ഞാൻ മഷിയിട്ട് നോക്കേണ്ട അവസ്ഥയായിരിക്കാണ്. സുനിയണ്ണ നിങ്ങൾ അവിടെ എന്ത് ചെയ്യണമെന്നേ? ഞാൻ ഒരു ജോലി ചെയ്യണേ. എന്തൊരു ജോലി? റീൽസ് ചെയ്യണേ. റീൽസ് ചെയ്യണല്ലേ? 24 മണിക്കൂർ ഇപ്പൊ ഇത് തന്നെ. അല്ലെങ്കിൽ ഇങ്ങനെ എന്താണ് പറയണത്, നിങ്ങൾ തന്നെയല്ല അന്ന് ആ ഫോൺ കൊണ്ട് കൊടുത്തത്. ഇപ്പൊ 24 മണിക്കൂർ ഇതിൽ തോണ്ടക്കം തന്നെ തോണ്ടക്കം. ഇങ്ങനെ തേച്ച് എന്നെ എങ്ങനെ തേക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇതൊരു കഷ്ടമുണ്ടോ? പക്ഷെ അണ്ണ, ഞാൻ ഒരു കാര്യം പറയാം. ഇന്ന് ഒരു ദിവസം ഞാൻ അങ്ങേരെ കൊണ്ട് ഈ വീട്ടിലെ എല്ലാ ജോലിയും ഞാൻ ചെയ്യിപ്പിക്കും കേട്ടാ. അല്ലെങ്കിൽ എന്റെ പേര് ചന്ദ്രി എന്നുള്ളതാ. എന്നെ ഇങ്ങനെ 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 വിളിച്ചോ. ഈ ഡെക്കറേഷന്റെ പട്ടി മോശി പോ, അവിടെ ഇല്ല. നിന്റെ വാറ്റാത്ത ഞാൻ ഈ ഊരിക്ക് ഒഴിച്ചു തരും കേട്ടാ. എന്തൊരു വഴിയുണ്ട് ഇങ്ങേരെ ജോലി ചെയ്യിപ്പിക്കാൻ. എനിക്ക് എന്തെങ്കിലും അസുഖം എന്ന് പറഞ്ഞാ ഇങ്ങേര് കേക്കും. വീണിങ്ങനെ കിടക്കാം, കിടന്നിട്ട് എന്റെ കൈ ഒടിഞ്ഞെന്ന് പറയാം. സുനിയണ്ണ, ചന്ദ്രി വീണണ്ണ, സുനിയണ്ണ, ചന്ദ്രി വീണണ്ണ, ഓടി വരീന്നേ. സുനിയണ്ണ, ഓടി വരീന്നേ. ഇത് ഇവിടെ ചെന്ന് കിടക്കണമെന്തോ. സുനിയണ്ണ, ചന്ദ്രി വീണണ്ണ, ഓടി വരീന്നേ. സുനിയണ്ണ, ഓടി വാണ്ണ, ചന്ദ്രി വീണണ്ണ. സുനിയണ്ണ, ഓടി വാണ്ണ, ചന്ദ്രി വീണണ്ണ. കോഴിക്കാരി കൊച്ചുമേരി, കഞ്ഞിക്കുഴി കൊച്ചുമേരി, നല്ല നാടൻ കോഴി വിൽക്കും കൊച്ചുമേരി പെണ്ണു ഞാൻ. നാടൻ കോഴി മുട്ട വേണോ, നല്ല കോഴി കുഞ്ഞു വേണോ. നിങ്ങൾക്ക് എന്താണ്? നീ സ്റ്റെപ്പ് വെച്ചല്ലേ റീൽസ് ചെയ്യാനുള്ള? റീൽസ്? ഞാൻ ഇവിടെ വീണ് എന്റെ കൈ ഒടിഞ്ഞെന്ന് പറഞ്ഞപ്പോ നിങ്ങൾക്ക് ഇവിടെ റീൽസ് അല്ലേ എന്നെ? ചന്ദ്രി, നിനക്കെന്ത് പറ്റിയടി? ഞാൻ വീണണ്ണ. എങ്ങനെ വീണ? നടന്നപ്പോ വീണ്. നീ എങ്ങനെ വീണത്? ചറുക്കി വീണണ്ണ. ചറുക്കിയത് എങ്ങനെ? നിങ്ങളുടെ വാക്കകത്ത് മണ്ണടിക്കാൻ വേണ്ടി ഇവിടെ മനുഷ്യൻ വീണ് കൈ ഒടിഞ്ഞെന്ന് പറഞ്ഞപ്പോ നിങ്ങൾക്ക് എന്നെ ഞാൻ വിവരിച്ചു തരണോ അല്ലേ എന്നെ? എന്തായാലും നീ വീണതാ വീണ്. എന്റെ നാക്കിന് വല്ലതും പറ്റിയ നിന്റെ വായം നടന്നേനെ. എന്തര് ആ പറഞ്ഞേ ഉള്ളേ. നിങ്ങൾക്ക് 24 മണിക്കൂർ ഇതിനകത്ത് എന്തരനെ കുത്തണത്? അത് ഞാൻ നിനക്ക് ഓൺലൈനിൽ ഡ്രസ് ഓർഡർ ചെയ്തത്. തന്നെ? ഓ അയ്യേ, പങ്കം തന്നെ. ഇതിൽ ഒരു പെണ്ണുങ്ങൾക്ക് തുണിയില്ലല്ലോ. അത് ആണുങ്ങൾ ഓർഡർ ചെയ്ത് മേടിച്ചാണ്. നിങ്ങൾ പെലവിളിയാണ് എന്റെ വായിൽ നിന്നൊന്നും കേൾക്കരുത്. എടി, നീ എന്താണ് പറയണത്? എനിക്ക് വാട്സപ്പിൽ അക്കൗണ്ട് ഉണ്ട്, ഫേസ്ബുക്കിൽ അക്കൗണ്ട് ഉണ്ട്, ഇൻസ്റ്റാഗ്രാമിൽ അക്കൗണ്ട് ഉണ്ട്. ഞാനിപ്പോ ഒരു സെലിബ്രിറ്റി അല്ലേ. തന്നെ സബ്സ്ക്രൈബർ ബട്ടൺ എന്ന് പറയാൻ അറിഞ്ഞൂടാത്തത് കൊണ്ടാണ് നിങ്ങൾ യൂട്യൂബ് ചാനൽ തുടങ്ങാത്ത. ഇല്ലെങ്കിൽ നിങ്ങൾ ആദ്യം തുടങ്ങിയാനെ. കന്നഡി ചന്ദ്രി, അതെനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ എനിക്ക് ബെൽ ബട്ടൺ ഞെക്കാൻ പറയാൻ അറിയാം. ഇങ്ങനെ പോയാൽ ഞാൻ നിങ്ങളെ ബെൽ ബട്ടൺ അടിച്ചളക്കും. എടി, നിനക്ക് എന്തെന്ത് കേട്? ഞാൻ വീണെന്ന് എന്റെ കൈ ഒടിഞ്ഞെന്ന് തോന്നുന്നു. എനിക്ക് ഭയങ്കര വേദന. നമുക്ക് ആശുപത്രി പോയാലോ? ആശുപത്രിയിൽ പോണ്ട, നമുക്ക് വൈദ്യന്റെ അടുത്ത് പോവാം. അതാകുമ്പോ തടവി തരുമല്ലോ. തടവാന്തിന് വൈദ്യന്റെ അടുത്ത് പോണം. ഞാൻ തടവി തരാടി. നിങ്ങൾ തടവണ കാര്യമല്ല ഞാൻ പറഞ്ഞത്. എടി, ആശുപത്രി പോയി കഴിഞ്ഞാൽ കടമെങ്കിലും പറയാം. വൈദ്യന്റെ അടുത്ത് പോയാ തടവാൻ നേരത്ത് തുണിയെല്ലാം ഊരി വെക്കണ്ടേ? പൈസ കൊടുത്തില്ലെങ്കിൽ അങ്ങനെ തുണി വരില്ല. ഡ്രസ് ഇല്ലാതെ എങ്ങനെ നമ്മൾ ഇറങ്ങി വരും? ഇങ്ങനെയൊന്നും പറയല്ല. എനിക്ക് വേദന എടുത്തിട്ട് നിക്കാൻ പറ്റണില്ല അണ്ണാ. എനിക്ക് എന്തൊരു വിഷമോന്നറിയാമോ? ഞാൻ ഇന്ന് വീട്ടിൽ ഒരു ജോലിയും ചെയ്തില്ല. രാവിലെ കാപ്പി മാത്രമാണ് ഉണ്ടാക്കിയത്. കഞ്ഞി വെച്ചില്ല, ഞാൻ വെക്കാം. കറികൾ വെച്ചില്ല, ഞാൻ ഉണ്ടാക്കാം. പാത്രം കഴുകിയില്ല, ഞാൻ കഴുകാം. തുണി നനച്ചില്ല, ഞാൻ നനയ്ക്കാം. ചന്ദ്രി, പാറശാല പൊക്കിയെടുത്ത് മാർത്താണ്ടത്ത് കൊണ്ടുവയ്ക്കാൻ പറഞ്ഞ എളുപ്പം. എന്തോരം പണികൾ.